ഒരുപാട് താരങ്ങളെ മിനി സ്ക്രീനിൽ നിന്നും വെള്ളിത്തിരയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ കർമ്മം. അതുകൊണ്ട് തന്നെ ദി മാർവലസ് ദി മോസ്റ്റ് ഷോ മിനുങ്ങും താരം എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. കൊക്കും പൂഞ്ചിറകുമൊക്കും കാത്തുകിളി ഒക്കും എൻ്റെ ഉള്ളം പ്രിയ ചാരുതേ വരു ചാരുനീ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു എപ്പിസോഡുകളായി എൻ്റെ പാട്ടുകൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് മിമിക്രി താരങ്ങളല്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ ആരാധിക്കുന്ന ആ താരങ്ങൾ അതെ, രാഷ്ട്രീയ താരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ആദ്യമായി വരുന്നു അന്തപ്പൻ ചേർത്തല. താങ്ക് യു സാർ, താങ്ക് യു. എന്തെങ്കിലും ഒന്ന്, കുറച്ച് നേരമേ ഉള്ളൂ. പ്രിയപ്പെട്ട അമ്മമാര്, പെങ്ങന്മാര്, ചേട്ടന്മാര്, കൊച്ചു കുറ്റികളി, നിങ്ങൾക്കേവർക്കും അല്പം വൈകിട്ടാണെങ്കിലും ഈ AK അന്തപ്പൻ്റെ പുതുവത്സരാശംസകൾ. നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം. അന്തപ്പൻ സാറിന് നല്ലൊരു കയ്യടി തന്നെ കൊടുക്കാം. സാർ, പുതിയ ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം സ്വമേധയ രാജിവെച്ച എനിക്ക് സത്യം പറയാമല്ലോ, ഇപ്പൊ കിട്ടിയിരിക്കുന്ന വകുപ്പ് വളരെ പൈശാചികവും വളരെ മൃഗീയവുമായ ഒരു വകുപ്പാണ്. അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രശസ്തനായത് ചാരായം എന്ന മദ്യനിരോധനം നടപ്പിലാക്കിയതിലൂടെയാണ്. അപ്പോൾ ഈ കേന്ദ്ര പ്രതിരോധ വകുപ്പ് സ്ഥാനം എങ്ങനെ പ്രശസ്തമാക്കണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, നമ്മുടെ എല്ലാ പട്ടാളക്കാർക്കും കൊടുക്കുന്ന മറ്റേ കോട്ടയുണ്ടല്ലോ, കുപ്പി, അതങ്ങ് നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിച്ചതും ഈ പട്ടാളക്കാർ മുഴുവനും തോക്കെൻ്റെ തലയ്ക്ക് നേരെ ചൂണ്ടിയിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഞാൻ അനങ്ങില്ല. കാരണം കേരളത്തിൽ ലീഡറുടെയും മകൻ്റെയും പീഡനം വെച്ച് നോക്കുമ്പോൾ ഈ തോക്ക് എനിക്കൊരു പുല്ലുമല്ല. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. പ്രതിരോധ മന്ത്രി ആയല്ലോ, പെട്ടെന്ന് ഒരു യുദ്ധം വന്നു എന്ന് സങ്കല്പിക്കുക. സാർ ഓടരുത്, ഞാൻ സങ്കല്പിക്കാനേ പറഞ്ഞുള്ളൂ. യുദ്ധം വന്നു എന്ന് സങ്കല്പിക്കുക. പാകിസ്ഥാൻ ഒരു സ്കഡ് മിസൈൽ അയക്കുന്നു. അപ്പോൾ സാർ എന്ത് ചെയ്യും? ഞാനും അയക്കും. ചൈന ഒരു പേട്രിയറ്റ് മിസൈൽ അയക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഞാനും അയക്കും. ജപ്പാൻ ഒരു അരിസോണ മിസൈൽ അയക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഞാനും അയക്കും. അല്ല, കുറെ നേരമായി പറയുന്നു ഞാൻ അയക്കുമെന്ന്. സത്യത്തിൽ എന്താണ് അയക്കുന്നത്? ഞാൻ നീട്ടിപ്പിടിച്ചൊരു രാജിക്കത്തെഴുതി നേരെ ഡൽഹിക്ക് അയച്ചു കൊടുക്കും. താങ്ക് യു സാർ. മത്സരിക്കാം. അടുത്തതായി ഈ വേദിയിലേക്ക് വരുന്നത് മറ്റാരുമല്ല, തൊമ്മൻചാണ്ടി പുൽപ്പള്ളി. ഭയങ്കര സ്പീഡാണ്. പറഞ്ഞു. എന്താ സാർ സ്പീഡ് കൂടി പോയി? അതെ, എല്ലാവർക്കും എന്ത് പരിപാടി ഇവിടെ? പാലാ ഫെസ്റ്റിലേക്ക് ഹാർദമായ സ്വാഗതം, നന്ദി, നമസ്കാരം. അല്ല സാർ, അങ്ങനെ ഒരു നമസ്കാരം പറഞ്ഞു പോകരുത്. സാറിനെ കുറിച്ച് ഒരു ചെറിയൊരു കംപ്ലൈന്റ് ആണ്. എന്തോ സുനാമി ഫണ്ട് എന്തോ വകമാറ്റി ചെലവാക്കി. അല്ല, അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതെ, ഈ സുനാമി ആരെല്ലാം എന്തായാലും തന്നെ പറഞ്ഞാലും ഈ സുനാമി ഫണ്ട് ചെയ്ത് ഒരു ചില്ലിക്കാശ്
ഞാൻ വക മാറ്റി ചെലവാക്കിയിട്ടില്ല. പിന്നെ ഈ വീട് വെച്ച് കൊടുത്തു അവിടെ അതിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ ചെറായി കടപ്പുറത്തും ആലപ്പുഴ കടപ്പുറത്തും പോയി നോക്കിയാൽ ഒരു ചെറിയ വീട്, അവിടെ ഇവിടെ ഇവിടെ അവിടെ ഇവിടെ ഇവിടെ ഒരു കുഞ്ഞു വീടുകളെ എല്ലാവരും വെച്ചു കൊടുത്തേ. അതിൽ കൂടുതൽ എനിക്ക് സംസാരിക്കാനില്ല. നന്ദി, നമസ്കാരം. ഒരു വീട് വെച്ച് കൊടുത്തു. താങ്ക് യു, താങ്ക് യു ഒറ്റ വീട്. താങ്ക് യു സാർ. അടുത്തതായി ഈ വേദിയിലേക്ക് വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ ആദർശധീരനായ മുഖ്യമന്ത്രി അച്ചുമാമൻ മാരാരിക്കുളം. ഒന്ന് പൊക്കി വെച്ചോളൂ. പ്രിയമുള്ള പല സഖാക്കൾക്ക് നട്ടെല്ലിന്റെ സ്ഥാനത്തിൽ ഒരുക്കുള്ള ഈ സഖാവിന്റെ പുതുവത്സരാശംസകൾ. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എടോ, കൊട്ടും കുറവുമായിട്ട് ആനപ്പുറത്തു വന്ന ഞാൻ ഇപ്പോ വെറും പാനപ്പാപ്പനായി മാറിയില്ലേ? അല്ല സാർ, മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. അങ്ങ് ഭരണത്തിൽ കയറി വന്നപ്പോ അങ്ങ് പറഞ്ഞു പീഡനത്തിലെ പ്രതിയെ പിടിക്കുന്നു പറഞ്ഞു. എന്നിട്ട് ഇതുവരെ പിടിച്ചില്ല. എന്റെ പൊന്നു ജഗദീഷേ, ഈ പീഡനം എന്റെ വകുപ്പല്ല. എന്നാ പിന്നെ സ്വാശ്രയ കോളേജിന്റെ പേരിൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ സ്വാശ്രയം എന്റെ വകുപ്പല്ല. അപ്പൊ ഈ പോലീസ് വകുപ്പിലെ അഴിമതി ആഭ്യന്തരം എന്റെ വകുപ്പല്ലടോ. അപ്പൊ പിന്നെ സത്യത്തിൽ എന്താ വകുപ്പ്? അത് തന്നെയാണ് ജഗദീഷേ ഞാനും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താ എന്റെ വകുപ്പ്? ജഗദീഷേ, പറയൂ. വകുപ്പുണ്ടോ? ഉണ്ട്. ഉണ്ട്. വകുപ്പുണ്ടില്ലേ? ഉണ്ടില്ല. അല്ല സാർ, ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്, മറക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായി ഒരു മുണ്ട് നിയമം, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ശനിയാഴ്ചകളിൽ മുണ്ടെടുക്കണം എന്നൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ശനിയാഴ്ചകളിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ പാൻറ്റും സ്ത്രീകൾ മുണ്ടും നേരിയത് കൊടുക്കണം എന്നുള്ള നിയമം ഞാൻ പ്രാബല്യത്തിൽ കൊണ്ടുവന്നില്ലേ? പാന്റ് അല്ലല്ലോ, മുണ്ടല്ലാക്കിയത്. മുണ്ട്. അതിനെക്കുറിച്ച് ചിലവർക്കൊക്കെ ക്രമക്കേടുകൾ പറ്റാം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മുണ്ടെടുക്കുന്നതിന്റെ എന്താണ് ഗുണം? എടോ, താനൊന്ന് ആലോചിച്ചു നോക്ക്. കേരള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ പാൻറ് ഇട്ടുകൊണ്ട് വന്നാൽ ഉള്ള ക്രമക്കേടുകൾ ഞാൻ പറഞ്ഞു തരാം. പറയൂ. അവർക്ക് ഒന്നിന് പോകണമെങ്കിലോ, ഇനിയല്ല രണ്ടിന് പോകണമെങ്കിലോ, ഇനി അതല്ല ജഗദീഷേ മൂന്നിന് പോകണമെങ്കിലോ ആദ്യം എന്നാ ചെയ്യും? എന്ത് ചെയ്യും? ആദ്യം ബെൽറ്റ് ഊരണം, പിന്നെ ബട്ടൺ സഴിക്കണം, പിന്നെ സിബൂരണം. ഇനി മുണ്ടാകുമ്പോൾ ഇതൊന്നും പ്രശ്നമില്ല. പിന്നെ ഒന്ന് പൊക്കുക, ഇരിക്കുക, കാര്യം സാധിച്ചങ്ങടെ പോവുക. താങ്ക് യു സാർ, താങ്ക് യു സാർ. മറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഈ വ്യാജ സിഡിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? വ്യാജ സിഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യത്തിൽ എന്റെ അഭിപ്രായം പറഞ്ഞാൽ ഈ സിനിമാ പ്രസ്ഥാനം തന്നെ അങ്ങോട്ട് നിർത്തി പോകണം. ആണോ? എന്നാലേ വ്യാജ സിഡി ഇല്ലാതെയാവുള്ളൂ. ആവുള്ളൂ. താങ്ക് യു സാർ. അടുത്തതായി ഈ വേദിയിൽ മത്സരിക്കാൻ വരുന്നത് മറ്റാരുമല്ല, ലീഡർ ജി മാള. കള്ള കൃഷ്ണൻ വരുന്നത് കണ്ടില്ലേ? നമസ്കാരം. ഒരു ഗാന്ധി മാർഗം. നമസ്കാരം. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുകയാണ്. ഒരു DIC എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കിയല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? DIC ഡിസ്റ്റർബൻസ് ഇൻ കോൺഗ്രസ്. ഇതിപ്പോ എനിക്ക് വലിയ ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട്. പറയൂ. കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ഈ DIC ഡിസ്റ്റർബൻസ് ഇൻ കോൺഗ്രസ്. കോൺഗ്രസ് ഇപ്പൊ എന്താണ് പറയുന്നത്? ഇപ്പോൾ എൻ്റെ അവസ്ഥയാണ് ഓർക്കസ്ട്ര. ഓർക്കസ്ട്ര 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 ഓട്ടോറിക്ഷ ഇല്ല, ഓർക്കസ്ട്ര. ഒരു ഓർക്കസ്ട്ര അവസ്ഥ പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ഓർക്കസ്ട്ര നോട്ട് കൊട്ടോളൂ. ഓക്കെ. ചിരിക്കുമ്പോൾ കൂടെ ചിരിച്ചാൽ 1000 പേര് വരും, കരയുമ്പോൾ
മത്സരം ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി വോയിസ് റൗണ്ട്. മതി മതി, മത്സരം ആരംഭിക്കാറായി. കുറച്ച് കഴിഞ്ഞിട്ട് വീശി കുലുക്കിയത് മതി എന്ന് പറയാ. ഇനി കുലുക്കണ്ട. മതി, കുലിക്കുന്നത് മതി, മതി കുലിക്കുന്നത് മതി. പോയിക്കോ, ഇനി കുലുക്കണ്ട, മതി. പോയിക്കോ. ഓക്കെ ഓക്കെ, അപ്പൊ വോയിസ് റൗണ്ട് ആരംഭിക്കാൻ. ആ മ്യൂസിക് ഒന്നും കൂടി ഇട്ടോളൂ. നല്ല പ്രഗത്ഭ വ്യക്തികൾ വന്നിരിക്കുകയാണ്. അവർ ആദ്യമായി വോയിസ് റൗണ്ട് മ്യൂസിക്. അന്തപ്പൻ ചേർത്തല. പ്രിയമുള്ളവരെ, ഒരു യുദ്ധം വന്നാൽ പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് ആലോചിച്ചപ്പോൾ ഏറ്റവും നല്ല മാർഗം മിമിക്രിയാണ്. അത്യാവശ്യം മിമിക്രി പറഞ്ഞ് ജീവിച്ചു പോകാനുള്ളതിനെ ബോംബല്ല ബോംബല്ല ബോംബല്ല. അതേതായാലും നന്നായി. അപ്പോൾ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി, മുൻ കൃഷി വകുപ്പ് മന്ത്രി KR ഗൗരിയമ്മയെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുക. അപ്പോ അന്തപ്പൻ സാർ ഇവിടെ വേദിയിൽ അവതരിപ്പിക്കുന്നു. പഴയ കൃഷിമന്ത്രി KR ഗൗരിയമ്മ. 1987 നയനാർ സർക്കാർ എടുത്തു പോന്നിട്ടുള്ള നയങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ കർഷക തൊഴിലാളികളെ ഒന്നാക്കി ഒറ്റക്കെട്ടായി അണിനിരത്തിയിട്ടുള്ളത് ശ്രീമതി KR ഗൗരിയമ്മയാണെന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. നന്ദി. താങ്ക് യു സാർ, വളരെ വളരെയധികം നന്നായിരുന്നു. അടുത്തത് എന്താണ്? അടുത്തതായിട്ട് നമ്മുടെ പഴയകാല നടി മാവേലിക്കര പൊന്നമ്മ. ഓക്കെ ഓക്കെ ഓക്കെ. നിനക്ക് ആ സാമ്പാർ അങ്ങോട്ട് വിളമ്പി കൊടുത്താൽ എന്താ? കയ്യിലെ വളയുരി പോകൂ. ദേ മനുഷ്യനെ എൻ്റെ വായിരിക്കുന്ന ഒന്നും കേൾക്കരുത്. കണ്ടവൻ്റെ കയ്യിൽ നിന്ന് കള്ളും വാങ്ങിച്ച് കുടിച്ചേച്ച് അനന്തരം ഇവിടെ മുറി കയറ്റി വിട്ടേച്ച് അഭിപ്രായം പറയുന്നു. ഒറ്റ ചവിട്ട് വെച്ച് തന്നാലുണ്ടല്ലോ 4 ആയിട്ടൊടിയും. താങ്ക് യു വെരി മച്ച്. വളരെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ഇനി എന്തെങ്കിലും പ്രകടനങ്ങൾ? ഇനി ഇവർക്കൊക്കെ എന്തെങ്കിലും അവസരം കൊടുക്കണ്ടേ? അവരും ചെയ്യും. അവസരങ്ങൾക്ക് വേണ്ടി മാറിക്കൊടുക്കുകയാണ്. അപ്പൊ അടുത്തതായി മത്സരിക്കാൻ വരുന്നു തൊമ്മൻചാണ്ടി പുൽപ്പള്ളി. അത് ഞാനാദ്യമായിട്ട് നമ്മുടെ അശോകൻ, ഏതാ അശോകൻ? അപരം എന്ന സിനിമയിലൂടെ ജനശ്രദ്ധ നേടിയ അശോകൻ. അശോകന്റെ ശബ്ദം. അമരം എന്ന സിനിമയിലേക്ക് നമുക്ക് പോകാം. അതിലെ അശോകന്റെ ശബ്ദമാണ് തൊമ്മൻചാണ്ടി പുൽപ്പള്ളി അവതരിപ്പിക്കുന്നത്. അടിപൊളി. എൻ്റെ വട്ടോളി വട്ടോളി തോമ ടീച്ചർ ഒരു ചുമ്പർ കടമോട്ട് നടത്തി പറ്റണം. താങ്ക് യു സാർ. അടുത്തതായി ഇന്ദ്രൻസ്. ഓ. തിരുവല്ലാപുരം തിരുവത തിയേറ്റേഴ്സിന്റെ പ്രഥമ നാടകമായ ഊരാക്കുടുക്കിൽ അഭിനയിക്കുന്നതിന് വേണ്ടി ഒരമ്മ നെടുപ്പിടെ 3 പേരെ പൊക്കണമെന്നാണ് അട്ടംകുളം അമ്പി സാറ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. സാറേ, ഞാൻ പോയിട്ട് പിന്നെ വരാം. താങ്ക് യു സാർ. അടുത്തതായി ഈ മത്സരവേദിയിൽ മത്സരിക്കാൻ എത്തുന്നു അച്ചുമാമൻ മാരാരിക്കുളം. ഞാനിവിടെ മലയാള സിനിമയിൽ മരിച്ചുപോയ എൻ്റെ ഫൊറീഷിന്റെ ശബ്ദമാണ് വിവരിക്കാൻ പോകുന്നത്. താങ്ക് യു സാർ. എന്ത് കണ്ടിട്ടാണ് നിന്റെ അഹങ്കാരം? ഉണ്ടാക്കിയോ തന്തയ്ക്കോ വേണ്ട തെളിവിന് പോലും ബാക്കി വയ്ക്കാതെ നിന്റെ തള്ളയും പോയി. ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷൻ കിടന്നലയണത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണൂടി. എന്നാ പൊളുത്താനാ തൻ്റെ പരിപാടി. താങ്ക് യു. അടിപൊളിയായിരുന്നു. അടുത്തായിട്ട് നമ്മുടെ ജനാർദ്ദനൻ. ഓക്കെ. അയ്യോ, എന്റെ കർത്താവേ, അവൻ തന്നെയാണ് എന്റെ കാല് തല്ലി ഒടിച്ചത്. ഇട ചിന്നപ്പ പൊന്നപ്പ അവരെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വാടാ. താങ്ക് യു സാർ. അടിപൊളിയായിരുന്നു, വളരെ അടിപൊളിയായിരുന്നു. നമ്മുടെ മാമുക്കോയ. ഓക്കെ.
മോനെ വായിസ്ത കൊച്ചല്ല. അസ്ലാം വലൈക്കും. വലൈക്കും അസ്ലാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ലാസ്സലാം. താങ്ക് യു. അടുത്തതായിട്ട് മത്സരിക്കാൻ എത്തുന്നത് കരുൺ ജി മാള. ഓക്കെ. നമസ്കാരം. ആദ്യമായിട്ട് വരുന്നത് മലയാള സിനിമയിൽ കഥ, തിരക്കഥ, സംഭാഷണം, അഭിനയം ഇതെല്ലാം എന്നെപ്പോലെ ചെയ്യുന്ന ഒരു നടനാണ് ശ്രീനിവാസൻ. ശ്രീനിവാസനാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന നടൻ. ഓക്കെ. മ്യൂസിക്. കൊടുക്കിട്ട കോഴി കൂളക്കോഴി കുന്നും ചാരുവിലെ വയറ്റാട്ടി. നീ കേട്ടോ ശ്യാമളെ, എന്തായിരുന്നു നിന്റെ പെർഫോമൻസ്? കോഴിയെ മുട്ടയടിക്കാൻ ഓടിക്കുന്നു, ഏത്തപ്പഴം പഴകുന്നു, ചൂടുവെള്ളം ചൂടാക്കുന്നു. ഈ അഭിനയം സിനിമയിലായിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇതിൽ വന്നപ്പോൾ ഞാനതിലെ പോയി, അച്ഛൻ അതിലെ വന്നപ്പോൾ ഞാനിതിലെ പോയി, പോയിട്ട് പിന്നെ വരാം. ഓക്കെ, താങ്ക് യു. അടിപൊളിയായിരുന്നു. വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അടുത്തതായി മലയാള സിനിമയിൽ CBI ഡയറക്ടർ എന്ന സിനിമയിലൂടെ ഹിറ്റായിട്ടുള്ള ഒരു നടനാണ്, ഒരു വില്ലൻ. പ്രതാപ് ചന്ദ്രൻ. പ്രതാപേന്ദ്രൻ. കേട്ടു. മ്യൂസിക്. CBI ഇങ്ങോട്ട് ഇറങ്ങി വേടാ. എനിക്ക് ഡൽഹിയിൽ മാത്രമല്ലടാ പിടി, അങ്ങ് തിരുവനന്തപുരത്തുണ്ടാ. ഞാനൊരു പോക്ക് പോയാലേ നിന്നെ കേട്ടിടിച്ചിട്ട് ഞാൻ മറന്നു. മോനെ ഫെഡറിക്കേ, തോക്കെടുക്കടാ. താങ്ക് യു. വളരെ 4 പേരും വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇവർക്ക് ഭരണമില്ലെങ്കിലും മിമിക്രി കാട്ടി ജീവിക്കാം എന്നിവർ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഗസ്റ്റിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഇതാ വരുന്നു AB വാജ്പേയി. ഇന്നത്തെ മിനുങ്ങൻ താരം എന്ന പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റ് AB വാജ്പേയി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതാ വരികയാണ്. നല്ല ഒരു കയ്യിലൂടി നമുക്ക് സ്വീകരിക്കാം. കുണുങ്ങിയാണ് വരവ്. മൈക്കിൽ ശ്രദ്ധിച്ചാ മതി. പോയി ഗസ്റ്റ് വെയിറ്റ് കഴിക്കാൻ പറഞ്ഞാൽ അത് ചെയ്യയില്ല. ഗസ്റ്റ് വെള്ളം തുടങ്ങിക്കോളൂ. सबसे बड़े लोगों को मुझे चमचा करता है. അല്ല, ഈ പാല ഫെസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും? पाला बहुत अच्छा है. പാല ബഹുത് അച്ഛാ ഹെ. पाला का कन्नी बहुत अच्छा है. പാലയിലെ കഞ്ഞി ബഹുത് അച്ഛാ ഹെ. पाला का कप्पा बहुत अच्छा है. കപ്പ ബഹുത് അച്ഛാ ഹെ. चाली पाला बहुत अच्छा है. पाला का लड़की बहुत अच्छा है. എന്താ ലടിക്കോ? इडकी बहुत अच्छा है. അത് ശരി. അല്ല, ഈ പ്രോഗ്രാം കണ്ടല്ലോ. അപ്പോൾ ഈ പ്രോഗ്രാം കണ്ടപ്പോൾ ഇതിൽ ആർക്കാണ് സമ്മാനം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. ये क्या प्रोग्राम है? മിന്നും താരം പ്രോഗ്രാം ഹെ. कौन से मिन्नन तारम? ഈ നിൽക്കുന്ന 4 പേരാണ് ഇവിടുത്തെ മിന്നും താരങ്ങൾ. ये आदमी है. अच्छा, ये क्या है? ഇത് ക്യാഷ് പ്രൈസ്. മിന്നും താരം ഫസ്റ്റ് അടിക്കുന്ന ആൾക്കുള്ള ക്യാഷ് പ്രൈസ് ആണ്. ये मिन्नन तारम है? नहीं, ये मिन्नन तारम नहीं है. ഇവര് 4 പേരും അല്ലേ മിന്നും താരം, പിന്നെ ആരാണ്? मिन्नन तारम मैम ए हुम हाई हो हाउ. അല്ല, പൈസ 25 ലക്ഷം രൂപയുടെ ചെക്കാണ്. 25 ലക്ഷം രൂപയുടെ ചെക്കുമായി നമ്മുടെ ഗസ്റ്റ് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു പാട്ട് പാടിക്കൊട്ടെ ഈ ഷോ. അതെ, എല്ലാ പരിപാടിയിലും എപ്പിസോഡിലും കാണാറില്ല. ആർട്ടിസ്റ്റുകളെ വിളിച്ചു വിളിച്ചിട്ട് അവരെ കൊണ്ട് പാടിക്കാതെ താൻ ഷൈൻ ചെയ്യണ്ട. ഇവിടെ മിന്നുന്നതാരും ഞങ്ങൾ പാടും. കണ്ടാ ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാൻ. ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാൻ. പൂരം എനിക്കൊന്ന് കാണണം. പൂരം എനിക്കൊന്ന് കാണണം.
കൊടിമര മതിലൊന്ന് കേറണ കാന്ത കൊടിമര മതിലൊന്ന് കേറണ കാന്ത കാന്ത ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാൻ ആനയെ എനിക്കൊന്ന് കാണണ കാന്ത ആനയെ എനിക്കൊന്ന് കാണണ കാന്ത ആനപ്പുറത്തൊന്ന് കേറണ കാന്ത ആനപ്പുറത്തൊന്ന് കേറണ കാന്ത കാന്ത ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാൻ മത്തള്ളം എനിക്കൊന്ന് കാണണ കാന്ത മത്തള്ളം എനിക്കൊന്ന് കാണണ കാന്ത മത്തള്ള മതിലൊന്ന് പൊട്ടണ കാന്ത മത്തള്ള മതിലൊന്ന് പൊട്ടണ കാന്ത കാന്ത ഞാനും വരാ പൂരം കാണാൻ തിമില്ലയെ നീക്കൊന്ന് കാണണ കാന്ത തിമില്ലയെ നീക്കൊന്ന് കാണണ കാന്ത തിമില്ലയിൽ അതിലൊന്ന് പൊട്ടണ കാന്ത തിമില്ലയിൽ അതിലൊന്ന് പൊട്ടണ കാന്ത കാന്ത ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാൻ കാന്ത ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാൻ